Today, what we are going to discuss is the topic Vapnik-Sherwood-Enkes dimension or VC dimension. Okay, so VC dimension എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോത്തസിസ് സ്പേസിൻ്റെ പവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കപ്പാസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ VC ഡയമെൻഷൻ. ഓക്കെ, സോ സപ്പോസ് ഇതൊരു ഡേറ്റ സെറ്റാണെന്ന് വിചാരിക്കാം. സോ ജസ്റ്റ് എക്സും വൈയും അതിനെ ലേബിൾ ചെയ്തിട്ടുണ്ട് ഒരു ഡേറ്റ സെറ്റ്. ഓക്കെ, നമുക്കറിയാം ഈ ഡേറ്റ സെറ്റിനെ ലേൺ ചെയ്യിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഡേറ്റ സെറ്റിനെ ലേൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മോഡലാണ് അതാണ് ഹൈപ്പോത്തസിസ് എച്ച് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് സ്പേസ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡേറ്റ സെറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്നതാണ് ഒരു ഹൈപ്പോത്തസിസ് സ്പേസ്. ഓക്കെ, ആൻഡ് ഈ ഹൈപ്പോത്തസിസ് സ്പേസ് വെച്ചിട്ടാണ് നമ്മൾ ന്യൂ ഇൻസ്റ്റൻസ്, അതായത് ഒരു ന്യൂ ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു ന്യൂ ഇൻസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ പിന്നെ ഫർദർ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സപ്പോസ് ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഈ ന്യൂ ഇൻപുട്ടിനെ നമ്മൾ ഇത് 0 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും അല്ലെങ്കിൽ 1 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ഡേറ്റ സെറ്റ് ഉണ്ട്. ആ ഡേറ്റ സെറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഡേറ്റ സെറ്റിനെ ലേൺ ചെയ്യിക്കുമ്പോൾ നമുക്കൊരു ക്ലാസിഫയർ കിട്ടും, മീൻസ് ഒരു ഹൈപ്പോത്തസിസ് സ്പേസ് കിട്ടും. ഈ ഹൈപ്പോത്തസിസ് സ്പേസ് വെച്ചിട്ടാണ് ന്യൂ ഇൻസ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, വെദർ ഇറ്റ് ബിലോങ്സ് ടു 0 or 1. ഓക്കെ, ഇത്രയും നമുക്കറിയാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഈ ഹൈപ്പോത്തസിസിൻ്റെ പവർ. ഓക്കെ, അതായത് നമ്മൾ ഈ ഡേറ്റാ സെറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ഹൈപ്പോത്തസിസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ് സ്പേസ് റൈറ്റ് ചെയ്യുമ്പോൾ ഈ ഹൈപ്പോത്തസിസ് സ്പേസിന് ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ക്ലാസിഫിക്കേഷൻ പെർഫോം ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടോ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് VC ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ പവർ ഓഫ് ഹൈപ്പോത്തസിസ് സ്പേസ് is measured by the VC dimension. The power അല്ലെങ്കിൽ the capacity of hypothesis space H is measured by VC dimension. Okay, ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് VC of H, VC of hypothesis space H. ഓക്കെ, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സപ്പോസ് ഗിവൺ ഒരു ഹൈപ്പോത്തസിസ് സ്പേസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഹൈപ്പോത്തസിസ് സ്പേസിൻ്റെ VC ഡയമെൻഷൻ എന്ന് പറയുന്നത് സപ്പോസ് 3 ആണെന്ന് വിചാരിക്കാം. 3 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് ഈസ് ഈ ഹൈപ്പോത്തസിസ് സ്പേസിന് മാക്സിമം 3 എലമെൻറ്റ്സ് ഉള്ള ഒരു ഡേറ്റ, മാക്സിമം 3 എലമെൻറ്റ്സ് വരെ ആകാം ഡേറ്റ സെറ്റിന്, മാക്സിമം 3 എലമെൻറ്റ്സ് വരെ ഉള്ള ഡേറ്റ സെറ്റിനെ ഇതിന് കറക്റ്റായിട്ട് ലേബിൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഡേറ്റ സെറ്റ് കൺസിസ്റ്റ് ഓഫ് 3 എലമെൻറ്റ്സ്. സപ്പോസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക D is equal to 2 7 4. ഓക്കെ, 3 എലമെൻറ്റ് ഉള്ള ഒരു ഡേറ്റ സെറ്റാണ് ഞാനിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് അതിനെ പല രീതിയിൽ ലേബിൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഇപ്പം 2നെ 1 ആയിട്ട്, 7നെ 0 ആയിട്ട്, 4നെ 0 ആയിട്ട് ലേബിൾ ചെയ്തേക്കും. പിന്നെ വേറൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡേറ്റ സെറ്റ് ഇങ്ങനെ വരാം അല്ലേ, ഒന്നുകിൽ ഡേറ്റ സെറ്റിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 2 7 4 ആൻഡ് ഒരു 2നെ 1 ആയിട്ട്, 7നെ 0 ആയിട്ട്, 4നെ 0 ആയിട്ട് ലേബിൾ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ക്ലാസിഫിക്കേഷൻ, വേറെ രീതിയിൽ എങ്ങനെയൊക്കെ ലേബിൾ ചെയ്യാം. ഇതിനെ ഇപ്പം 0 1 0 ഒന്നുകിൽ ഇങ്ങനെ ലേബിൾ ചെയ്യാം, അതായത് 2നെ 0 7നെ 1 4നെ 0 ഇങ്ങനെ ലേബിൾ. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക 1 1 0 0 0 1 അങ്ങനെ പല രീതിയിൽ ഈ ഡേറ്റ സെറ്റ് വരാം. ഒരു ലേബിൾഡ് ഡേറ്റ, ഇപ്പോൾ 3 എലമെൻ്റ് ഉള്ള ഒരു ഡേറ്റ സെറ്റ്, ഒരു ലേബിൾഡ് ഡേറ്റ സെറ്റ് എന്ന് പറയുമ്പോൾ ആ ഡേറ്റ സെറ്റിലുള്ള ഓരോ എലമെൻറ്റ്സിനെയും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ലേബിൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എത്ര കോമ്പിനേഷൻസ് ഉണ്ട് ഇങ്ങനെ വരാൻ? 2n കോമ്പിനേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡേറ്റ സെറ്റിലുള്ള എലമെൻറ്റ്സിനെ അതിനെ ലേബിൾ ചെയ്ത് വരാനുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ എത്ര രീതിയിൽ ആ ഡേറ്റ സെറ്റ് ലേബിൾഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ സെറ്റ് ആകും അതിനുള്ള പോസിബിലിറ്റിയാണ് 2n എന്ന് പറയുന്നത്. വേർ n ഈസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. അപ്പം
2n പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ഒരു ഡേറ്റാ സെറ്റിനെ ലേബൽ ചെയ്യാനുള്ള പോസിബിലിറ്റി 2n ആണ്. അപ്പോൾ ഈ ഓരോ പോസിബിലിറ്റീസിനും ഓക്കെ, അതായത് ഈ ഡേറ്റാ സെറ്റ് 274 എന്ന് പറയുന്ന ഡേറ്റാ സെറ്റ് ഏത് രീതിയിൽ ലേബിൾഡ് ആണെന്നുണ്ടെങ്കിലും ആ ഓരോ ലേബിൾഡ് ഡേറ്റാ സെറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കൺസിസ്റ്റൻറ്റ് ഹൈപ്പോത്തിസിസ് നമുക്ക് എഴുതാൻ പറ്റും ഫ്രം ദ ഗിവൺ ഹൈപ്പോത്തിസിസ് സ്പേസ്. ഓക്കെ, അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു ഹൈപ്പോത്തിസിസ് സ്പേസ് കൺസിഡർ ചെയ്യുക. ആ ഹൈപ്പോത്തിസിസ് സ്പേസിൻ്റെ VC ഡയമെൻഷൻ സപ്പോസ് ഇറ്റ് ഈസ് 3 ആണ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? 3 എലമെൻ്റ് ഉള്ള ഒരു ഡേറ്റാ സെറ്റ്, ആ ഡേറ്റാ സെറ്റിനെ ഏത് രീതിയിൽ ലേബിൾ ചെയ്താലും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒരുപാട് മീൻസ് 2n പോസിബിലിറ്റീസ് ഉണ്ട് ആ ഡേറ്റാ സെറ്റിനെ ലേബിൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ ലേബിൾ ചെയ്ത് വന്നാലും ഓരോ ഡേറ്റാ സെറ്റിന് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡൈക്കോട്ടോമി എന്നാണ് പറയുന്നത്. ഓരോ ഡേറ്റാ സെറ്റിനും അല്ലെങ്കിൽ ഓരോ ഡൈക്കോട്ടോമിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ഈ ഹൈപ്പോത്തസിസ് സ്പേസിൽ നിന്ന് എഴുതാൻ പറ്റും. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ VC ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കും, ഒരു ഹൈപ്പോത്തസിസ് സ്പേസിൻ്റെ VC ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്. ഫസ്റ്റ് ഞാൻ VC ഡയമെൻഷൻ്റെ ഡെഫിനിഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. VC ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെറ്റ് H ബി ദ ഹൈപ്പോത്തസിസ് സ്പേസ്. ഒരു ഹൈപ്പോത്തസിസ് സ്പേസ് ഉണ്ട് നമുക്ക്, H ഡിനോട്ടഡ് ബൈ H. Then VC, the Vapnik-Shervoll-Nienkies dimension of H, that is VC dimension of H. We know that it is denoted by VC of H. Okay, so it is a measure of the complexity of the space H. Means hypothesis space H-ന്റെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എത്ര പവർ ഉണ്ട് ഗിവൺ ഹൈപ്പോത്തസിസ് സ്പേസിന്, അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ഈ VC ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ VC ഡയമെൻഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സോ അത് പറയുന്നതിന് മുമ്പ് നമുക്ക് 1-2 ടേംസ് എന്താണെന്ന് പഠിക്കണം. അതിൽ ഫസ്റ്റ് നമുക്ക് ഡൈക്കോട്ടോമി എന്താണെന്നൊരു ടേം പഠിക്കണം. ഡൈക്കോട്ടോമി അതേപോലെ ഷാറ്ററിങ് എന്ന് പറയുന്ന 2 ടേം നമ്മൾക്ക് പഠിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഡൈക്കോട്ടോമി എന്താണെന്ന് പറയാം. ഡൈക്കോട്ടോമി പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ലെറ്റ് D be a data set containing n examples. സോ ഒരു ഡേറ്റാ സെറ്റ് ഇമാജിൻ ചെയ്യാം. സി ഇറ്റ് ഇസ് D, ഒരു ഡേറ്റാ സെറ്റ്, അതിനകത്ത് n എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും. ഫോർ എ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം വിത്ത് ക്ലാസ് ലേബൽ 0 and 1. ലെറ്റ് H be the hypothesis space. ഒരു ഹൈപ്പോത്തസിസ് സ്പേസ് H ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഗിവൺ ഡേറ്റാ സെറ്റിനെ 2ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. 2 ഡിസ്ജോയിൻറ്റ് സബ്സെറ്റ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതൊക്കെയാണ് ആ 2 ഡിസ്ജോയിൻറ്റ് സബ്സെറ്റ്? X belongs to X element of D such that H of X is equal to 0. അതായത് ഡേറ്റാ സെറ്റിൽ കുറേ എലമെൻറ്റ്സിനെ ഹൈപ്പോത്തസിസ് അനുസരിച്ച് 0 ആയിട്ട് ലേബൽ ചെയ്തേക്കുന്നു. ആൻഡ് ബാക്കിയുള്ള എലമെൻറ്റ്സിനെ സെറ്റ് X element of D such that H of X is equal to 1. ബാക്കിയുള്ള എലമെൻറ്റ്സിനെ ഹൈപ്പോത്തസിസ് അനുസരിച്ച് 1 വെച്ച് ലേബൽ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് ഒരു ഡേറ്റാ സെറ്റ് ഉണ്ട് വിത്ത് n എക്സാമ്പിൾസ്, n എലമെൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റാ സെറ്റ്. അതേപോലെ ഒരു ഹൈപ്പോത്തസിസ് സ്പേസും ഉണ്ട്. ഈ ഹൈപ്പോത്തസിസ് സ്പേസിലുള്ള ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമുക്ക് ഈ ഡേറ്റാ സെറ്റിനെ 2ആയിട്ട് പാർട്ടീഷൻ ചെയ്യാം. 2 ഡിസ്ജോയിൻറ്റ് സബ്സെറ്റ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് ഡിഫൈൻഡ് ബൈ ദീസ് ടു സെറ്റ്. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന ഓരോ പാർട്ടീഷന് പറയുന്ന പേരാണ് ഡൈക്കോട്ടോമി എന്ന് പറയുന്നത്. ഓക്കെ, ഈച്ച് സച്ച് പാർട്ടീഷൻ is called dichotomy in D. Okay, there are 2 raised to n possible dichotomies in D. അതായത് നമുക്ക് ഒരു ഡേറ്റാ സെറ്റിനകത്ത് n എക്സാമ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ഡൈക്കോട്ടോമി എഴുതാൻ പറ്റും? 2 raised to n ഡൈക്കോട്ടോമീസ് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. സി കൺസിഡർ എ ഡേറ്റാ സെറ്റ് A B C. ഓക്കെ, ഒരു ഡേറ്റാ സെറ്റ്
3 എലമെൻ്റ് ആണ് ഈ ഡേറ്റാ സെറ്റിലുള്ളത്. സെറ്റ് എ ബി സി 3 എലമെൻ്റ് ഉള്ള ഒരു ഡേറ്റാ സെറ്റ്. ഓക്കെ, അപ്പം ഇതിനകത്ത് 3 എലമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എത്ര ഡൈക്കോട്ടോമീസ് ഇതിന് എഴുതാൻ പറ്റും? 2⁻3. 2⁻3 എന്ന് പറയുമ്പോൾ 8 പോസിബിൾ ഡൈക്കോട്ടോമീസ് നമുക്ക് ഈ ഡേറ്റാ സെറ്റിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ആ ഡൈക്കോട്ടോമീസ്? നമുക്ക് 8 ഡൈക്കോട്ടോമീസ് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ. സോ വാട്ട് ആർ ദീസ് ഡൈക്കോട്ടോമീസ്? സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സി ദാറ്റ് ഈസ് ഫസ്റ്റ് ഡൈക്കോട്ടോമി എന്ന് പറയുന്നത് സെറ്റ് എ ബി സി, അതായത് നമ്മുടെ ഗിവൺ ഡേറ്റാ സെറ്റിലുള്ള 3 എലമെൻറ്റ്സിനെയും 3 എലമെൻറ്റ്സിനെയും 0 ആയിട്ട് ലേബൽ ചെയ്തേക്കുന്നു. ഓക്കെ, 1 ആയിട്ട് ലേബൽ ചെയ്തേക്കുന്നതിൽ എം ടി സെറ്റ് ആണ്. ദാറ്റ് മീൻസ് ദർ ഈസ് നോ എലമെൻറ്റ്സ് ലേബിൾഡ് വിത്ത് 1. സോ സെക്കൻഡ് ഡൈക്കോട്ടോമി എന്ന് പറയുന്നത് 2 എലമെൻറ്റിനെ, അതായത് എയിനെയും ബിയിനെയും 0 ആയിട്ട് ലേബൽ ചെയ്തേക്കുന്നു, സിനെ 1 ആയിട്ട് ലേബൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമ്മുടെ ഡേറ്റാ സെറ്റിലുള്ള എലമെൻറ്റ്സിനെ ഡിഫറെൻറ്റ് രീതിയിൽ ലേബൽ ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലേബൽ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് എത്രയാണ്? 2⁻n ആണ് അങ്ങനെ ലേബൽ ചെയ്യാനുള്ള പോസിബിലിറ്റീസ്. ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. ഇവിടുത്തെ നമ്മുടെ എക്സാമ്പിളിൽ n എന്ന് പറയുന്ന 3 ആണ്. സോ 2⁻3 = 8 പോസിബിലിറ്റീസ് ഉണ്ട് എന്തിന്? ഈ ഗിവൺ ഡേറ്റാ സെറ്റിനെ ലേബൽ ചെയ്യാൻ. ഓക്കെ, അതായത് ഈ ഡേറ്റാ സെറ്റിലുള്ള എലമെൻസിന് വരാവുന്ന ലേബലിൻ്റെ പോസിബിലിറ്റി, ഏതൊക്കെ രീതിയിൽ അതിനെ ലേബൽ ചെയ്യാം, അതിൻ്റെ നമ്പർ ഓഫ് പോസിബിലിറ്റി, മാക്സിമം നമ്പർ ഓഫ് പോസിബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 8 രീതിയിൽ നമുക്കതിനെ ലേബൽ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന ഓരോന്നിനെയും പറയുന്ന പേരാണ് ഡൈക്കോട്ടോമി. സോ ഇത് ഒരു ഡൈക്കോട്ടോമിയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് 3 എലമെൻറ്റ്സിനെ 0 ആയിട്ട് ലേബൽ ചെയ്തിരിക്കുന്നു, നോ എലമെൻറ്റ്സിനെ 1 ആയിട്ട് ലേബൽ ചെയ്തിരിക്കുന്നു. സോ ഇത് സെക്കൻഡ് ഡൈക്കോട്ടോമിയാണ്. അതായത് 2 എലമെൻറ്റ്സിനെ എയിനെയും ബിനെയും 0 ആയിട്ട് ലേബൽ ചെയ്യുന്നു, സിനെ 1 ആയിട്ട് ലേബൽ ചെയ്യും. അങ്ങനെ 8 ഡൈക്കോട്ടോമീസ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഷാറ്റേർഡ് ബൈ ദ ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ഒരു കൺസെപ്റ്റാണ് ഷാറ്റേർഡ് ബൈ ദ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് സ്പേസ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഒരു ഡേറ്റാ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റാ സെറ്റിന് സപ്പോസ് n എക്സാമ്പിളിലുള്ള ഒരു ഡേറ്റാ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റാ സെറ്റിന് 2⁻n ഡൈക്കോട്ടോമീസ് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ അതിന് എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഈ ഓരോ ഡൈക്കോട്ടോമിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ഹൈപ്പോത്തസിസ് എഴുതാൻ പറ്റുമല്ലോ നോക്കണം. ഓക്കെ, അങ്ങനെ എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും given data set is shattered by the hypothesis space H. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ കുറേ 8 ഡൈക്കോട്ടോമീസ് എഴുതിയിട്ടുണ്ട്. ഈ ഓരോ ഡൈക്കോട്ടോമിക്ക്, ഇപ്പോൾ സപ്പോസ് ഈ ഒരു ഡൈക്കോട്ടോമിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒരു ഹൈപ്പോത്തസിസ് എഴുതാൻ പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്യാം. ആൻഡ് സെക്കൻഡ് ഡൈക്കോട്ടോമി, ഇതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹൈപ്പോത്തസിസ് എഴുതാൻ പറ്റുന്നുണ്ടോ? ആൻഡ് തേർഡ് ഡൈക്കോട്ടോമിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹൈപ്പോത്തസിസ് എഴുതാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഈ 8 ഡൈക്കോട്ടോമി, ഈ എല്ലാ ഡൈക്കോട്ടോമിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ്, കൺസിസ്റ്റൻ്റ് ഹൈപ്പോത്തസിസ് ഫ്രം H നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും the given data set D = ABC. Given data set is shattered by the hypothesis space H. Okay, അതാണ് അതിൻ്റെ മീനിങ്. നമ്മൾ D = ABC. ഓക്കെ, D = ABC ഈ ഡേറ്റാ സെറ്റിൻ്റെ ഡൈക്കോട്ടോമീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഡൈക്കോട്ടോമിക്ക് ഓരോ ഡൈക്കോട്ടോമിക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ഹൈപ്പോത്തസിസ് ഫ്രം H എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തസിസ് സ്പേസ് ആണ്. നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹൈപ്പോത്തസിസ് സ്പേസ് ആണ്. ഹൈപ്പോത്തസിസ് സ്പേസിൽ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ഈ ഓരോ ഡൈക്കോട്ടോമിക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ we can say that the given data set D = ABC is shattered by H.
ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഡേറ്റ സെറ്റ്, ഓക്കെ, ഡി ഇസ് ഈക്വൽ ടു സെറ്റ് 3.25. ഇവിടെ ഒരു സിംഗിൾ എലമെന്റ് ഡേറ്റ സെറ്റ് ആണ്, അതായത് ഡേറ്റ സെറ്റിൽ ഒറ്റ എലമെന്റേ ഉള്ളൂ. സോ ക്യാപിറ്റൽ നമ്പർ ഓഫ് എലമെന്റ്സ് n ഇസ് ഈക്വൽ ടു 1 ആണ് ഇവിടെ. ഓക്കെ, ആൻഡ് ഒരു ഹൈപ്പോത്തസിസ് സ്പേസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ എച്ച്, സെറ്റ് എച്ച് എം, where m is a real number and where hm is if x greater than or equal to m then 1 else 0. അപ്പോൾ ഇവിടെ ഒരു ഹൈപ്പോത്തസിസ് സ്പേസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് നമുക്കൊരു ഡേറ്റ സെറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കിയേ, ഈ ഡേറ്റ സെറ്റിന് എത്ര ഡൈക്കോട്ടോമീസ് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും? ഡേറ്റ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? 1 എലമെന്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഡൈക്കോട്ടോമി എഴുതാൻ പറ്റും? 2n, that is 2(1) is equal to 2 ഡൈക്കോട്ടോമീസ് എഴുതാൻ പറ്റും ഈ ഡേറ്റ സെറ്റിന്. സോ അങ്ങനെ എഴുതിയേക്കുന്ന 2 ഡൈക്കോട്ടോമീസ് ആണിത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഡൈക്കോട്ടോമി എന്ന് പറയുന്നത് 3.25 എന്ന് പറയുന്ന എലമെന്റിനെ 0 ആയിട്ട് ലേബൽ ചെയ്തേക്കുന്നു. ഓക്കെ, സെക്കൻഡ് ഡൈക്കോട്ടോമി 3.25നെ 1 ആയിട്ട് ലേബൽ ചെയ്തിരിക്കുന്നു. സോ 2 പോസിബിലിറ്റി ആണുള്ളത്. അപ്പോൾ ഈ ഡേറ്റ സെറ്റിന് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ ലേബൽ ചെയ്യാൻ പറ്റുന്ന 2 പോസിബിലിറ്റി ആണുള്ളത് മാക്സിമം. സോ ആ 2 ഡൈക്കോട്ടോമീസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടുന്നത് ഈ ഓരോ ഡൈക്കോട്ടോമിക്കും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ഈ ഗിവൺ ഹൈപ്പോത്തസിസ് സ്പേസിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? സോ ഫസ്റ്റ് ഡൈക്കോട്ടോമി കൺസിഡർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഡൈക്കോട്ടോമിയിൽ എക്സിനെ അല്ലെങ്കിൽ 3.25നെ 0 ആയിട്ടാണ് ലേബൽ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് നമുക്ക് ഈ ഇവിടെ നിന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കണം? സോ എമ്മിൻ്റെ വാല്യൂ 4 ആണെന്നുണ്ടെങ്കിൽ ഈ ഹൈപ്പോത്തസിസ് എങ്ങനെ എഴുതാൻ പറ്റും? 3.25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. അവിടെ കണ്ടീഷൻ ഫാൾസ് ആവുകയാണ്. 3.25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഫാൾസ് ആവുകയാണ്. കണ്ടീഷൻ ഫാൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ 0 ആയിട്ട് ലേബൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടാണ് 0 ആയിട്ടാണ് ലേബൽ ചെയ്തേക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് H4 എന്ന് പറയുന്നത് ഇസ് എ കൺസിസ്റ്റന്റ് ഹൈപ്പോത്തസിസ് വിത്ത് ദ ഫസ്റ്റ് ഡൈക്കോട്ടമി. ഓക്കെ, നൗ സെക്കൻഡ് ഡൈക്കോട്ടമി കൺസിഡർ ചെയ്യാം. സോ ഇതിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് എന്താണ്? ഓക്കെ, എന്താണ്? എമ്മിന് നമുക്ക് ഏത് വാല്യൂ കൊടുക്കാൻ പറ്റും? എമ്മിന് ഏത് വാല്യൂ കൊടുത്താൽ ഈ ഡൈക്കോട്ടമിക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് എഴുതാൻ പറ്റും? നോക്കിയേ, ഞാനിപ്പോൾ എമ്മിന് 3 കൊടുക്കുവാണ്. ഓക്കെ, അതായത് H3. എമ്മിന് 3 കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ കണ്ടീഷൻ വരുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ദാറ്റ് ഈസ് ഇവിടെ എക്സ് എന്ന് പറയുന്നത് 3.25 ആണ്. 3.25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ? അപ്പോൾ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ലേബൽ ചെയ്യണം? 1 വെച്ച് ലേബൽ ചെയ്യണം. കറക്റ്റ് ആണ്, 1 വെച്ചാണ് ലേബൽ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഹൈപ്പോത്തസിസ് H3 ഈസ് കൺസിസ്റ്റന്റ് വിത്ത് this second dichotomy. Okay, ഇപ്പം നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് ഡൈക്കോട്ടോമിക്കും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് കിട്ടി, സെക്കൻഡ് ഡൈക്കോട്ടോമിക്കും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് കിട്ടി. സോ നമുക്ക് എല്ലാ ഡൈക്കോട്ടോമിക്കും, അതായത് ഈ ഡേറ്റ സെറ്റിൻ്റെ എല്ലാ ഡൈക്കോട്ടോമിക്കും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് നമുക്ക് ഈ ഗിവൺ ഹൈപ്പോത്തസിസ് സ്പേസിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റി. So we can say that this data set is shattered, or this data set can be shattered by the given hypothesis space. Okay, നമുക്കിനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഡേറ്റ സെറ്റ് ഇസ് ഈക്വൽ ടു 3.25, 4.75. അതായത് 2 എലമെന്റ്സ് ഉള്ള ഒരു ഡേറ്റ സെറ്റ് ആണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ ഹൈപ്പോത്തസിസ് സ്പേസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോത്തസിസ് സ്പേസ് തന്നെ, അതേ ഹൈപ്പോത്തസിസ് സ്പേസ് ഈ ഡേറ്റ സെറ്റിന് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോത്തസിസ് സ്പേസ് എന്തായിരുന്നു? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം then 1 else 0. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോത്തസിസ് സ്പേസിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേ ഹൈപ്പോത്തസിസ് സ്പേസ് തന്നെ ഇവിടെയും കൺസിഡർ ചെയ്യുക. ആൻഡ് ഡേറ്റ സെറ്റ്
ഇതായിട്ട് കൺസിഡർ ചെയ്യാം. 2 എലമെൻ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ നോർമലി എന്താ ചെയ്യേണ്ടത്, ഈ ഡേറ്റാ സെറ്റിന് എത്ര ഡൈക്കോട്ടോമി എഴുതാൻ പറ്റും? ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് 2 ആണ്. സോ 2⁻2 is equal to 4 നമ്പർ ഓഫ് ഡൈക്കോട്ടോമീസ് നമുക്ക് എഴുതാൻ പറ്റും. സോ 4 ഡൈക്കോട്ടോമീസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ഡൈക്കോട്ടോമിക്കും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഫ്രം ദ പ്രീവിയസ് ഹൈപ്പോത്തസിസ് സ്പേസ്, നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ഹൈപ്പോത്തസിസ് സ്പേസ് അനുസരിച്ച് നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും H5, അതായത് എമ്മിന് 5 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ H5 we get the hypothesis H5. So this hypothesis H5 is consistent with the dichotomy A. That is ഈ ഡൈക്കോട്ടമിക്ക് H5 എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തസിസ് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കൺസിസ്റ്റന്റ് ഹൈപ്പോത്തസിസ് എഴുതാൻ പറ്റും. അതേപോലെ സെക്കൻഡ് ഡൈക്കോട്ടോമി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് H4, നമ്മൾ എമ്മിന് 4 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡൈക്കോട്ടോമിക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് കിട്ടും. ഓക്കെ, അതേപോലെ 3 എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ, അതായത് H3, ഹൈപ്പോത്തസിസ് H3 ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ദ 4th ഡൈക്കോട്ടോമി. പക്ഷേ ഈ ഒരു ഡൈക്കോട്ടോമിക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഒരു തേർഡ് ഡൈക്കോട്ടോമി ഉണ്ടല്ലോ, ഇതിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് നമുക്ക് ഈ ഗിവൺ ഹൈപ്പോത്തസിസ് സ്പേസിൽ നിന്ന് എഴുതാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് there is no consistent hypothesis H element of capital H for dichotomy C. അതായത് ഈ തേർഡ് ഡൈക്കോട്ടോമിക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് നമുക്ക് കിട്ടത്തില്ല. സോ വാട്ട് വി ക്യാൻ സേ ഫ്രം ദിസ്, the data set D is not shattered by hypothesis H. ഈ ഗിവൺ ഡേറ്റാ സെറ്റ് ഉണ്ടല്ലോ, 2 എലമെൻ്റ് ഉള്ള ഈ ഡേറ്റാ സെറ്റ് നമുക്ക് നേരത്തെ നമ്മൾ ആ പറഞ്ഞ ഹൈപ്പോത്തസിസ് സ്പേസ് വെച്ചിട്ട് ഷാറ്റർ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഹൈപ്പോത്തസിസ് സ്പേസ് വെച്ച് ഷാറ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഡേറ്റാ സെറ്റിൻ്റെ എല്ലാ ഡൈക്കോട്ടോമിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ എല്ലാ ഡൈക്കോട്ടോമിക്കും കൺസിസ്റ്റന്റ് ഹൈപ്പോത്തസിസ് ഇല്ല. ഓൺലി 3 ഡൈക്കോട്ടോമി. ഈ 3 ഡൈക്കോട്ടോമിക്ക് മാത്രമേ കൺസിസ്റ്റന്റ് ഹൈപ്പോത്തസിസ് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. സോ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഡേറ്റാ സെറ്റ് കനോട്ട് ബി ഷാറ്റേർഡ് ബൈ ദ ഗിവൺ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോത്തസിസ് സ്പേസ് H. ഓക്കെ, ടിൽ നൗ നമ്മൾ ഡൈക്കോട്ടോമി എന്താന്ന് പറഞ്ഞു, ആൻഡ് ദെൻ ഷാറ്റേർഡ് എന്ന് പറയുന്നത്, അതായത് ഷാറ്റേർഡ് ബൈ ഗിവൺ ഹൈപ്പോത്തസിസ് സ്പേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത് VC ഡയമെൻഷൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. സോ VC ഡയമെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാക്സിമം നമ്പർ ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് വിച്ച് ക്യാൻ ബി ഷാറ്റേർഡ് ബൈ ക്യാപിറ്റൽ H, വിച്ച് ക്യാൻ ബി ഷാറ്റേർഡ് ബൈ ഹൈപ്പോത്തസിസ് സ്പേസ് ഈസ് കോൾഡ് ദ VC ഡയമെൻഷൻ ഓഫ് ഹൈപ്പോത്തസിസ് സ്പേസ് H. ഓക്കെ, ദാറ്റ് ഈസ് ഒരു ഡേറ്റാ സെറ്റിൽ വരാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് വിച്ച് ക്യാൻ ബി ഷാറ്റേർഡ് ബൈ ദി ഹൈപ്പോത്തസിസ് സ്പേസ്. അതാണ് ആ ഹൈപ്പോത്തസിസ് സ്പേസിൻ്റെ VC ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഡേറ്റ പോയിന്റ്, ഒരു ഹൈപ്പോത്തസിസ് സ്പേസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഒരു ഹൈപ്പോത്തസിസ് സ്പേസ് ആണല്ലോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു ഹൈപ്പോത്തസിസ് സ്പേസിനായിരുന്നു നമ്മൾ ഇത്രയും നേരം എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. ഓക്കെ, ഈ ഒരു ഹൈപ്പോത്തസിസിൽ നമ്മൾ ഈ ഒരു ഡേറ്റാ സെറ്റിൽ, അതായത് സിംഗിൾ എലമെൻ്റ് ഉള്ള ഒരു ഡേറ്റാ സെറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ആ ഡേറ്റാ സെറ്റ് ക്യാൻ ബി ഷാറ്റേർഡ് ബൈ ദ ഗിവൺ ഹൈപ്പോത്തസിസ്. ഓക്കെ, സിംഗിൾ എലമെൻ്റ് ഉള്ള ഈ ഡേറ്റാ സെറ്റിനെ നമുക്ക് ഈ ഹൈപ്പോത്തസിസ് സ്പേസ് വെച്ച് ഷാറ്റർ ചെയ്യാൻ പറ്റും. ബട്ട് ഡേറ്റാ സെറ്റിന് 2 എലമെൻറ്റ്സ് വന്നപ്പോൾ, അതായത് D = 3.25, 4.7 2 എലമെൻറ്റ് വന്നപ്പോൾ ഈ ഡേറ്റാ സെറ്റിനെ ഈ ഹൈപ്പോത്തസിസ് സ്പേസ് വെച്ച് ഷാറ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ വാട്ട് വി ക്യാൻ, നമുക്കിതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്, ഇവിടെ ഈ ഗിവൺ ഹൈപ്പോത്തസിസ് സ്പേസ് വെച്ചിട്ട് ഷാറ്റർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഡേറ്റ പോയിന്റ് എത്രയാണ്? 1 ആണ്. ഓക്കെ, അതായത് ഡേറ്റാ സെറ്റിൽ 1 എലമെൻ്റ് ആയിരുന്നപ്പോൾ ദ ഡേറ്റാ സെറ്റ് ക്യാൻ ബി ഷാറ്റേർഡ് ബൈ ദ ഹൈപ്പോത്തസിസ്. പക്ഷേ 2 എലമെൻറ്റ് വന്ന കേസിൽ 2 എലമെൻറ്റ് വന്നപ്പോൾ ഡേറ്റാ സെറ്റിനെ cannot be shattered by the hypothesis space ആയിരുന്നു. So we can say that
for this hypothesis space, the VC dimension, the definition of VC dimension is the maximum number of data points which can be shattered by the hypothesis space. So here for this hypothesis space, the maximum number of data points which can be shattered by the hypothesis is 1. ഓക്കെ, ഓൺലി ഒരു എലമെൻ്റ് ഉള്ള ഒരു ഡേറ്റാ സെറ്റിന് മാത്രമേ ഈ ഹൈപ്പോത്തസിസ് സ്പേസ് വെച്ച് ഷാറ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ദ VC ഡയമെൻഷൻ ഓഫ് ദിസ് ഹൈപ്പോത്തസിസ് സ്പേസ് ഇസ് 1. ഓക്കെ, ഇത്രയാണ് VC ഡയമെൻഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.